2 ദിനവൃത്താന്തങ്ങൾ 20-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. 2 ദിനവൃത്താന്തം 20-ന്റെ 26. ദൈവത്തിന് മഹത്വം. നാം വായിച്ചതായ വേദഭാഗം 4-ാം ദിവസം അവർ ബെരാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ബെരാഖ താഴ്വര എന്ന പേർ വരും. ദൈവത്തിന് സ്തോത്രം. ബെരാഖ എന്ന ഒരു താഴ്വരയെക്കുറിച്ചാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ചിലപ്പോൾ ഈ പേരിനെ കുറിച്ച് എല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള അറിവ് ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ഇതിലൂടെ ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ബെരാഖ എന്ന താഴ്വരയെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹൂദ രാജാവായ യഹോശാഫാത്തിൻ്റെ കാലത്ത് നടന്ന ഒരു യുദ്ധസ്ഥലമാണ് ബെരാഖ താഴ്വര. അഥവാ ഈ പരിചയപ്പെട്ട സ്ഥലം യഹൂദ രാജാവായ യഹോശാഫാത്തിൻ്റെ കാലത്ത് നടന്ന ഒരു യുദ്ധസ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. രഹബയാമിൻ്റെ കാലത്ത് ഇസ്രായേൽ രാജ്യം 2ആയി വിഭാഗിക്കപ്പെടുകയും വടക്കേ രാജ്യം തെക്കേ രാജ്യം എന്നിങ്ങനെ 2 വിഭാഗമായി കാണാൻ കഴിയും. വടക്കേ രാജ്യത്തിന് ഇസ്രായേൽ എന്നും തെക്കേ രാജ്യത്തിന് യഹൂദ എന്നും പേർ പറയുന്നു. യഹൂദ രാജ്യം എന്ന് പറയുന്നത് യഹൂദ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും ഉൾപ്പെട്ടതാണ്. 2 ഗോത്രങ്ങൾ മാത്രം ചേർന്നതാണ്. ബാക്കി 10 ഗോത്രങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇസ്രായേൽ എന്നറിയപ്പെടും. യഹൂദയുടെ തലസ്ഥാനം യെരുശലേം, ഇസ്രായേലിൻ്റെ തലസ്ഥാനം ശമരിയ എന്നറിയപ്പെടും. അപ്പോൾ യെരുശലേം കേന്ദ്രമാക്കി ഭരിച്ചുകൊണ്ടിരുന്ന യഹൂദ രാജാക്കന്മാരിൽ 4ാമത്തെ രാജാവാണ് യഹോശാഫാത്ത്. ഏതാണ്ട് ശലോമോന്റെ ഭരണകാല ശേഷം 200ഓളം സംവത്സരങ്ങളിൽ യഹൂദ രാജാക്കന്മാർ ഭരിച്ചിരുന്നു. ഇസ്രായേലിനെയും മറ്റ് രാജാക്കന്മാർ ഭരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇസ്രായേൽ ജനം പ്രവാസത്തിലേക്ക് ബാബിലോണിൽ അടിമകളായി പോകുന്നത്. എന്നാൽ അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ യഹൂദയിലെ 4ാമത്തെ രാജാവായിരുന്നു യഹോശാഫാത്ത്. 35-ാമത്തെ വയസ്സിൽ ഭരണമേറ്റെടുത്ത് ഏതാണ്ട് 25 വർഷത്തോളം യഹൂദയെ ഭരിച്ച രാജാവായിരുന്നു യഹോശാഫാത്ത്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ കാലത്ത് രാജ്യത്തിൽ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധമുണ്ടായ യുദ്ധസ്ഥലം പിന്നീട് ആ യുദ്ധസ്ഥലത്തിൻ്റെ പേര് ബെരാഖ താഴ്വര അല്ലെങ്കിൽ വാലി ഓഫ് ബെരാഖ എന്നറിയപ്പെടുന്നു. എന്താണ് ബെരാഖ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ബെരാഖ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനുഗ്രഹം. ദൈവത്തിന് സ്തോത്രം. വാലി ഓഫ് ബ്ലെസ്സിങ്സ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ സമൃദ്ധി നിറഞ്ഞ ഒരു താഴ്വരയായി കാണപ്പെടുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ യഹോശാഫാത്തിൻ്റെ നേരെ വന്ന യുദ്ധം, ശത്രുരാജ്യങ്ങൾ യുദ്ധത്തിനായി വന്ന സ്ഥലം, യുദ്ധത്തിന് പാളയമിറങ്ങിയ സ്ഥലം പിന്നീടൊരു അനുഗ്രഹ സമൃദ്ധിയുടെ സ്ഥലമായി മാറ്റപ്പെട്ടു. മോവാബ്യർ, അമ്മോന്യർ, സെയീർ ദേശക്കാർ എന്നിങ്ങനെയുള്ള ജാതീയ രാഷ്ട്രങ്ങൾ സംഘടിച്ചുകൊണ്ട് ഒരു ഇസ്രായേൽ രാജ്യത്തിന് മേലെ അഥവാ യഹൂദ രാഷ്ട്രത്തിന് നേരെ യുദ്ധത്തിനായി ഒരുങ്ങി യുദ്ധം നടത്തിയ സ്ഥലമാണ് പിന്നീട് അനുഗ്രഹത്തിൻ്റെ സ്ഥലമായി മാറിയത്. യുദ്ധസ്ഥലവും അനുഗ്രഹ സ്ഥലവും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇന്നിതാ ഈ യുദ്ധം നടന്ന അതേ സ്ഥലം
ശത്രു പോരാടിയ അതേ സ്ഥലം, നിർമൂലമാക്കുവാൻ ശത്രു ആയുധമെടുത്ത അതേ സ്ഥലം ഒരനുഗ്രഹത്തിൻ്റെ സ്ഥലമായി മാറ്റപ്പെട്ടു. അതാണ് ഈ ദൂതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഒരു ദൈവ പൈതലിൻ്റെ നേരെ വരുന്ന യുദ്ധങ്ങൾ, ഒരു ദൈവ പൈതലിൻ്റെ നേരെ വരുന്ന പോരാട്ടങ്ങൾ, ഒരു ദൈവ പൈതലിൻ്റെ നേരെ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ ഒരു അനുഗ്രഹത്തിൻ്റെ താഴ്വരയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ളതാണ് ഈ വിഷയം നമ്മെ ഓർപ്പിക്കുന്ന പ്രധാനപ്പെട്ട സത്യം. ഇവിടെ കാണപ്പെടുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ദൂതിൻ്റെ അവസാനത്തിൽ കർത്താവ് അനുവദിച്ചാൽ ഓർപ്പിക്കാം. എന്നാൽ പ്രധാനമായും ഇവിടെ ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധം എങ്ങനെ നടത്തപ്പെടുന്നു? സർവശക്തനായ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ടാണ് ഈ യുദ്ധക്കളം ഒരു അനുഗ്രഹത്തിൻ്റെ സ്ഥലമായി മാറ്റപ്പെട്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെങ്കിൽ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ അനുഗ്രഹത്തിൻ്റെ സ്ഥലങ്ങളായി മാറ്റപ്പെടും. ദൈവം നമുക്ക് വേണ്ടി ശത്രുവിനോട് പോരാടുമെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറ്റപ്പെടും. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ നിറഞ്ഞ സന്ദർഭങ്ങൾ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി നിറഞ്ഞ അനുഭവങ്ങളായി മാറ്റപ്പെടും. എന്നാൽ ദൈവം ആർക്കു വേണ്ടി യുദ്ധം ചെയ്യും? ആർക്കു വേണ്ടിയാണ് ദൈവം യുദ്ധം ചെയ്യുന്നത്? എന്താണ് ആ യുദ്ധത്തിൻ്റെ പ്രത്യേകത? യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പ് എന്താണ് എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് ഈ യുദ്ധം നിമിത്തം ലഭിച്ച അനുഗ്രഹങ്ങൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ കേൾക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ തുടർന്നുള്ള ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. യഹൂദ രാജാവായിരുന്ന യഹോശാഫാത്തിന്റെ ഭരണകാലത്ത് ഏതാണ്ട് BC 873 കാലഘട്ടങ്ങളിൽ ഭരണമേറ്റതായ യഹോശാഫാത്തിന്റെ ഭരണകാലത്തിന്റെ പ്രാരംഭഘട്ടം താൻ ദൈവത്തിൽ നിന്ന് വളരെയേറെ അകന്ന് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. അഥവാ തൻ്റെ വേർപാടിൻ ജീവിതമൊക്കെ നഷ്ടപ്പെടുത്തി. തിരുവെഴുത്ത് അതിനെക്കുറിച്ച് പറയുന്നത് ആഹാബിനോട് അവൻ സമ്പന്നം കൂടിയെന്നാണ്. ആഹാബ് ദൈവത്തെ അധികം കോപിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു. ആയതുപോലെ തന്നെ യഹോശാഫാത്തിന്റെ പ്രവർത്തികൾ നിമിത്തം ദൈവകോപം ഉണ്ടായി. എന്നാൽ യേഹൂ എന്ന പ്രവാചകൻ തൻ്റെ അടുക്കൽ വന്നിട്ട് തൻ്റെ കുറ്റങ്ങൾ ഓരോന്ന് ഓർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. 2 ദിനവൃത്താന്ത പുസ്തകങ്ങൾ 19-20 അധ്യായങ്ങളിൽ ഈ വിഷയങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഞാൻ പറഞ്ഞതായ വിഷയം ഇതാ 19-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ അന്ന് മനസ്സിലാക്കുമ്പോൾ യേഹൂ പ്രവാചകൻ വന്നിട്ട് രാജാവിനോട് തൻ്റെ കുറ്റങ്ങൾ ഓർപ്പിച്ചു. അന്ന് യഹോശാഫാത്തിന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. ദൈവകോപം തൻ്റെ മേലും തൻ്റെ രാജ്യത്തിൻ്റെ മേലും വരേണ്ട സ്ഥാനത്ത് അതിന് വ്യത്യാസം ഉണ്ടാകത്തക്ക വിധത്തിൽ ജീവിതത്തിൽ യഹോശാഫാത്ത് വലിയ മാറ്റം വരുത്തി. ദൈവത്തിൻ്റെ പ്രവാചകന്മാരിലൂടെ, ദൈവത്തിൻ്റെ ആലോചനയിലൂടെ നാം കേൾക്കുന്ന ഓരോ വാക്കുകളും ദൈവം നമ്മോട് സംസാരിക്കുന്നതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിത രൂപാന്തരത്തിനു വേണ്ടി സമർപ്പിച്ചാൽ ദൈവകോപം നമ്മെ വിട്ടുമാറിയിട്ട് അവിടെ അനുഗ്രഹങ്ങൾ ഇറങ്ങി വരുവാൻ ഇടയായി തീരുമെന്നുള്ളത് ഈ സത്യം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ദൈവകോപം ഒരു മനുഷ്യന്റെ മേൽ വന്നാൽ അവരുടെ സ്ഥിതി എന്തായിരിക്കും? ദൈവകോപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുമ്പോൾ അവർക്ക് എങ്ങനെ നിൽക്കാൻ സാധിക്കും? ദൈവത്തിന് സ്തോത്രം. ദൈവകോപത്തിന്റെ മുമ്പിൽ ആർക്കും നിൽക്കാൻ സാധിക്കുകയില്ല. ലോകത്തിലെ ഒരു വ്യക്തികൾക്കും യാതൊരു പ്രസ്ഥാനങ്ങൾക്കും നിൽക്കുവാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. അവിടെ ചെയ്യാനുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ. കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക, തെറ്റുകൾ സമ്മതിക്കുക, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. ഇതാണ് അത്യാവശ്യമായിരിക്കുന്നത്.
യഹോശാഫാത്ത് എന്ന യഹൂദ രാജാവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവാചകൻ തന്റെ തെറ്റുകൾ ഓർപ്പിച്ചപ്പോൾ താൻ അത് ഏറ്റെടുക്കുകയും തൻ്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരം ഉണ്ടാകുകയും ചെയ്തു. തുടർന്ന് ആ രാജ്യത്തിലെ നിയമ വ്യവസ്ഥകളെല്ലാം താൻ മാറ്റി ദൈവപ്രസാദമല്ലാത്തതൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ഭംഗിയായി ഭരണം നടത്തുകയും ന്യായപാലകന്മാരെ ഓരോ സ്ഥലങ്ങളിൽ താൻ നിയമിക്കുകയും മുഖം നോക്കാതെ ന്യായവിധി നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിന് വേണ്ടി, വിശ്വസ്തതയ്ക്ക് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി നേരെ നിന്നുകൊണ്ട് ദൈവപ്രസാദമുള്ള ജീവിതം ചെയ്യുവാൻ താൻ തീരുമാനിച്ചു. ആത്മീയ ലോകത്തിൽ ദൈവപ്രസാദമുള്ള ജീവിതം ചെയ്യുവാൻ, ദൈവപ്രമാണത്തിന് വേണ്ടി നിൽക്കുവാൻ തീരുമാനിക്കുമ്പോൾ ദൈവം അവരുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നു. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, യഹൂദ രാജാവ് ദൈവപ്രമാണത്തിലേക്ക് തൻ്റെ ജീവിതത്തെ കൊണ്ടുവന്ന് ദൈവ വ്യവസ്ഥയ്ക്കായി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് രാജ്യം ദൈവത്തിന് പ്രസാദമായ നിലയിൽ ഭരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവനെതിരെ ചില ശത്രുക്കൾ വന്നു. അതിൽ ചില ശത്രുക്കളായിരുന്നു: 1 മോവാബ്യർ, 2 അമ്മോന്യർ, 3 സെയീർ പർവ്വതക്കാർ. ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ദൈവപ്രമാണത്തിൽ ശരിയായി ജീവിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് തനിക്ക് ശത്രുക്കൾ എഴുന്നേറ്റത്. ആത്മീയ ലോകത്തിൽ വ്യവസ്ഥ അനുസരിച്ച് ആര് ജീവിക്കാൻ തീരുമാനിക്കുന്നുവോ, ദൈവപ്രമാണത്തെ ആർ മുറുകെ പിടിക്കുവാൻ തീരുമാനിക്കുന്നുവോ, ശരിയായി ലക്ഷ്യബോധത്തോടുകൂടെ മുൻപോട്ട് പോകുന്നു, അവർക്കെല്ലാം ശത്രുക്കൾ ഉണ്ടായിരിക്കും. ആരും മറന്നു പോകരുത്. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപദ്രവങ്ങൾ ഉണ്ടാകും എന്ന് തിരുവെഴുത്ത് വ്യക്തമായി നമ്മോട് പറയുന്നു. ആര് ശരിയായ മാർഗത്തെ പിൻപറ്റുന്നുവോ, ആര് ശരിയായി ദൈവപ്രമാണത്തിൽ കൂടെ മുൻപോട്ട് പോകുന്നു, അവരോട് പോരാടുന്ന ഒരു ശക്തിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. സാത്താൻ ആരോടാണ് കൂടുതൽ പോരാടിക്കൊണ്ടിരിക്കുന്നത്? സാത്താന്യ പോരാട്ടത്തെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാത്ത, അറിയാൻ കഴിയാത്ത ധാരാളം മനുഷ്യരുണ്ട്. ഒരു ലോക മനുഷ്യന്റെ അടുക്കൽ ചെന്ന് സാത്താന്യ പോരാട്ടമെന്നോ പരീക്ഷയെന്നോ പ്രതികൂലം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കുകയില്ല. അവരുടെ ചിന്താഗതികൾ മുഴുവൻ അക്ഷരീയ കാര്യങ്ങളെ കുറിച്ചാണ്. പക്ഷേ ദൈവസന്നിധി വന്ന ഒരു ദൈവവേദനെ കുറിച്ച് ദൈവവേദനെ മനസ്സിലാക്കാൻ സാധിക്കും. ആത്മീയ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, പോരാട്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഒരിക്കൽ പറഞ്ഞത്, ഇടുക്ക വാതിലിലൂടെ അകത്ത് കടക്കുവാൻ നിങ്ങൾ പോരാടുവീൻ. എന്തുകൊണ്ടാണ് പോരാട്ടമുള്ളത്? അകത്ത് കടക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കാണ്. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ വളരെ ഇടുങ്ങിയതാണ്, ആ വഴി വളരെ ഞെരുങ്ങിയതാണ്. ആ വഴിയിലൂടെ ആരൊക്കെ പ്രവേശിക്കുന്നു അവർക്ക് മാത്രമേ അകത്ത് കടക്കാൻ കഴിയുള്ളൂ. ഇന്നും പുറത്തു തന്നെ നിൽക്കുന്ന ധാരാളം മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം എന്താണ്? അകത്തേക്ക് കയറുമ്പോൾ പോരാട്ടമാണ്. പ്രമാണത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പോരാട്ടമാണ്. ഈ പോരാട്ടം മാറാൻ മനുഷ്യർ കണ്ടുപിടിക്കുന്ന ഒരേ സൊല്യൂഷൻ എന്താണ്? പുറത്തു നിന്നാൽ മതി. മാനസാന്തരപ്പെടേണ്ട, സ്നാനം സ്വീകരിക്കേണ്ട, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കേണ്ട, വേർപാടിൻ ജീവിതത്തെ അനുഷ്ഠിക്കേണ്ട, അപ്പോസ്തോലിക കൂട്ടായ്മയെ പിന്തുടരേണ്ട, ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്തേണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങൾ താത്തുവെച്ചാൽ അവർക്ക് പോരാട്ടമില്ല. മറിച്ച് ഒരു യഥാർത്ഥ ദൈവവൈതലായി ജീവിക്കാനൊന്ന് തീരുമാനിച്ചു നോക്കിയാട്ടെ, ലക്ഷ്യബോധത്തോടെ യാത്ര ചെയ്യാനൊന്ന് തുടങ്ങിയാട്ടെ, അടിക്കടി പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, അടിക്കടി പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ അതിൻ്റെ പിന്നിൽ ഒരു വലിയ അനുഗ്രഹമുണ്ടെന്ന് ആത്മീയർ വിവേചിച്ചു മനസ്സിലാക്കിക്കൊണ്ട് പരീക്ഷകളുടെ നടുവിൽ അവർ സന്തുഷ്ടരായി മാറ്റപ്പെടും. ദൈവത്തിന് സ്തോത്രം. എന്താണ് യഹോശാഫാത്തിന് നേരെ ഉണ്ടായ പോരാട്ടങ്ങൾ? അമ്മോന്യർ, മോവാബ്യർ, ഇവർ ആരാണെന്ന് നമുക്കറിയാം. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ലോത്തിന്റെ സന്തതിയാണ്. പർവ്വതത്തിലേക്ക് ഓടിപ്പോകുവാൻ, ജീവരക്ഷയ്ക്ക് വേണ്ടി പർവ്വതത്തിലേക്ക് ഓടിപ്പോകുവാൻ, സോദോം പട്ടണത്തെ വിട്ട് ഓടിപ്പോകുവാൻ ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് പുറപ്പെട്ട ലോത്തും തൻ്റെ കുടുംബവും എന്താണ് ചെയ്തത്? ദൈവത്തോട് പറയുകയാണ്, അങ്ങനെയല്ല കർത്താവേ, ഇതാ ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇത് ഞങ്ങൾക്ക് അടുത്താണ്, ഇവിടെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഗുഹയിൽ കയറി. അങ്ങനെ ഗുഹയിൽ കയറി ജീവിച്ച നിമിത്തം തനിക്ക് 2 സന്തതികളുണ്ടായി, മോവാബ്യർ, അമ്മോന്യർ. ഇവരാണ് പിൽക്കാലത്ത് ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ കഴിയാത്തവരായി മാറിയത്. ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഒരു മോവാബ്യനോ ഒരു അമ്മോന്യനോ
തൻ്റെ 10ാം തലമുറ വരെയും ദൈവസന്നിധിയിൽ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ട ശക്തികളാണ് മോവാബ്യരും അമ്മോന്യരും. ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടവർ ദൈവസന്നിധി ജീവിക്കുന്നവരോട് എപ്പോഴും പോരാടിക്കൊണ്ടിരിക്കും. ദൈവസന്നിധിയിൽ നിന്ന് അതേ സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ തന്നെ തള്ളപ്പെട്ട ഒരു കൂട്ടരുണ്ട്. അവരാണ് വീണുപോയ ദൂതന്മാർ. ദൈവത്തിന് സ്തോത്രം. വീണുപോയ ദൂതന്മാർ ഇന്ന് ആരോടാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ സത്യസഭയോടാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ദൂതന്മാർ വീണുപോയതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പലതുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാരണം, സ്തോത്രം, അതേ സമാഗമ പർവ്വതത്തിൽ ഞാൻ കയറും, അവിടെ ഇരുന്നരുളും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ വയ്ക്കും, ഇങ്ങനെ അത്യുന്നതനോട് സമനാകും, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഉന്നതമായ പർവ്വതത്തിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിച്ചതായിരുന്നു അവരുടെ വീഴ്ചയുടെ പ്രധാന കാരണമെന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവരുടെ വീഴ്ചയുടെ ചില കാരണങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിൽ മാത്രമല്ല, യൂദായുടെ ലേഖനത്തിലുണ്ട്, പത്രോസിന്റെ ലേഖനത്തിലുണ്ട്, കൂടാതെ യെഹെസ്കേൽ പ്രവചനത്തിലൊക്കെ ഉണ്ട്. അത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പഠന വിഷയമല്ലല്ലോ. എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ മേൽ ഞാൻ ഇരുന്നരുളും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ ഒരു പർവ്വതമുണ്ട്. അതേതാണ്? പുതിയ യെരൂശലേം, സിയോൻ. ദൈവത്തിന് സ്തോത്രം. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവഭൂമിയുടെയും ആനന്ദവുമാകുന്നു എന്ന് പറഞ്ഞാൽ നിത്യതയിൽ വെളിപ്പെടാനുള്ള, അനന്ത നിത്യതയിൽ വെളിപ്പെടാൻ പോകുന്ന സിയോൻ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തെ കണ്ടുകൊണ്ട് അതിൻ്റെ പണി തുടങ്ങുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷമാണ്. എന്നാൽ അതിൻ്റെ പണി തുടങ്ങുന്നതിന് മുൻപ് അത് ഏറ്റവും മനോഹരമായിരുന്നു. ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി ദൈവത്താൽ ഒരുക്കപ്പെടുന്ന പുതിയ യെരൂശലേം, സിയോൻ എന്ന ആ വിശേഷിക്കപ്പെട്ട മഹത്വകരമായ വാസസ്ഥലം ഒരുക്കപ്പെടുന്നതിന് മുൻപേ മഹത്വമുള്ളതായിരുന്നു. അവിടെ എത്തിച്ചേരുവാൻ ദൂതന്മാർ ആഗ്രഹിച്ചു. അവർ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുന്നു കൊണ്ട് ആ സ്ഥലത്തെ കണ്ടപ്പോൾ അവരതിൽ ആകർഷിക്കപ്പെട്ട് അവിടെ എത്തിച്ചേരുവാൻ ആഗ്രഹിച്ചു. അത് അവരുടെ ഹൃദയത്തിൽ തീരുമാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സിയോനെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ തീഷ്ണ നിമിത്തം അവരെ വെട്ടി ചിതറിച്ചു കളഞ്ഞു. അങ്ങനെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പല ശക്തികളായി അവർ വെളിപ്പെടുകയാണ്. ആ ശക്തിയെക്കുറിച്ച് 4 വിധത്തിൽ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. 1 വാഴ്ചകൾ, 2 അധികാരങ്ങൾ, 3 സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനകൾ, 4 അന്ധകാരത്തിന്റെ ലോകാധിപതികൾ. നേവി, ആർമി, എയർഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ സാത്താന്യ ശക്തിയിലെ 4 സേനാംഗങ്ങളാണ് വാഴ്ചകൾ, അധികാരങ്ങൾ, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന, അന്ധകാരത്തിന്റെ ലോകാധിപതികൾ. ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുകളിലോട്ട് പോകുവാൻ ആരാഗ്രഹിക്കുന്നു? പുതിയ യെരൂശലേമിനെ ലക്ഷ്യമാക്കി, സിയോനെ ലക്ഷ്യമാക്കി ആർ യാത്ര ചെയ്യുന്നുവോ അവർക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സാധാരണ ജീവിതം ചെയ്യുന്നതിന് അവര് പിണക്കില്ല. ഒരു ക്രിസ്ത്യാനി എന്ന ലേബൽ കൊണ്ട് ജീവിക്കുന്നതും തെറ്റില്ല. പെന്തിക്കോസ്തുകാരെന്ന പേര് ലഭിക്കുന്നതിലോ ഒരു ചർച്ചിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതും പിശാചിന് വലിയ പിണക്കമില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തരായി ദൈവത്തിന്റെ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഉപദേശത്തിൽ നിലനിന്നുകൊണ്ട്, ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ സമ്പൂർണതയെ പ്രായത്തിന്റെ അളവിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഏതൊരു ദൈവവൈദ്യനും വീണുപോയ ശക്തികൾ ശത്രുവായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അവരോടാണ് ഇന്ന് സാത്താൻ അധികം പോരാടുന്നത്. ഒരു സാധാരണ വിശ്വാസി എന്ന നില വിട്ടിട്ട് എനിക്ക് വല്ലവിധേനയും കർത്താവിന്റെ വരിൽ എടുക്കപ്പെടണം, എനിക്ക് വല്ലവിധേനയും കാഹള ശബ്ദം കേൾക്കുമ്പോൾ മറുരൂപം പ്രാപിക്കണമെന്നുള്ള ആ ലക്ഷ്യത്തോടെ യാത്ര ചെയ്യുമ്പോൾ അന്ന് മുതൽ നിന്നോട് പോരാടുന്ന ശത്രുവിനെ നിനക്ക് നേരിൽ കാണുവാനിടയായിത്തീരും. വിവിധ ഘട്ടങ്ങളിൽ നിന്നുകൊണ്ടാണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പോരാട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ പോരാടുന്നതായ ഒന്നാമത്തെ ശക്തി മോവാബ്യരും അമ്മോന്യരുമാണ്. വീണുപോയ ദൈവസന്നിധി തള്ളപ്പെട്ടു പോയവരാണ്. രണ്ടാമത്തത് സീർ പർവ്വതക്കാർ. അവർ സമ്മിശ്ര ജാതിക്കാരാണ് എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടത്തിലുണ്ട്. ഇസ്രായേലിലെ കുറച്ചു പേരുണ്ട്, മറ്റുള്ളവരെന്ന് പറഞ്ഞ് വേർപാടില്ലാതെ കൃപയില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ. ഒന്ന് മനസ്സിലാക്കേണ്ടത്, സഭയിൽ തന്നെ വേർപാടും ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ദൈവമക്കൾ തന്നെ ജീവിക്കുന്ന ദൈവമക്കൾക്കൊരു ശത്രുവായിരിക്കും. ദൈവത്തിന് സ്തോത്രം.
മൂന്നാമത്തെ വീണുപോയ ശക്തികൾ അവർക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ, രണ്ട് സഭയിലെ പിന്മാറ്റക്കാർ. അവർ സഭ വിട്ടുപോയിട്ടില്ല, അവർ ആരാധന മുടക്കുന്നില്ല, അവർ ദശാംശം കൊടുക്കുന്ന കൂട്ടത്തിലായിരിക്കും, അവരുടെ പേര് ചിലപ്പോൾ ലിസ്റ്റിൽ പ്രധാനപ്പെട്ട സ്ഥലത്തായിരിക്കും. പക്ഷേ അവരുടെ ലക്ഷ്യം എന്താണ്? ദൈവസിംഹാസനമാണോ ഈ ലോകത്തിലെ നന്മകളാണോ? ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടുകൊണ്ട് സഭയിൽ വിശ്വാസികളായി തുടരുന്നവരും വീണുപോയ ശക്തികളുമൊക്കെ ഒരു ദൈവ പൈതലിന്റെ ശത്രുവായിരിക്കുമെന്നുള്ള സത്യം ആരും മറന്നു പോകരുത്. അതുകൊണ്ടാണ് ചില സാഹചര്യങ്ങളിൽ പ്രമാണങ്ങൾ കടുപ്പിക്കുമ്പോൾ, ഉപദേശത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് വരുമ്പോൾ, ഉപദേശത്തിന്റെ ഉന്നതമായ അനുഭവത്തിലേക്ക് വരുമ്പോൾ ചിലരിൽ ഇടർച്ചയുണ്ടാകുന്നത്, ഭാരമുണ്ടാകുന്നത്, മനക്കലക്കമുണ്ടാകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ മോവാബ്യർ, അമ്മോന്യർ, പിന്നെ സെയീർ പർവ്വതക്കാരൊക്കെ ഇസ്രായേലിന്റെ ശത്രുവായി മാറ്റപ്പെട്ടു, അഥവാ യഹൂദ ജനത്തിന്റെ ശത്രുവായി മാറ്റപ്പെട്ടു. എന്നാൽ ഈ സമയത്ത് ഒരു ദൈവ പൈതൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഒരു ദൈവഭക്തൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, അതെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ നേരിട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? ശത്രു നിനക്കെതിരായി പോരാടിയ സന്ദർഭം, പിന്നെ ദൈവകൃപയില്ലാത്ത വ്യക്തികളിൽ നിന്ന് നിനക്കുണ്ടായ പോരാട്ടങ്ങൾ, ഇതൊക്കെ നിന്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ നീ എന്തായിരുന്നു നിലപാട് സ്വീകരിച്ചത്? എന്താണ് നീ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഓർപ്പിക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പ്രതികൂല ശക്തികൾ നിനക്കെതിരായിട്ട് വരുമ്പോൾ ദൈവ പ്രമാണത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാതെ ദൈവത്തിന്റെ പ്രമാണത്തിൽ കൂടുതൽ ഉറപ്പിക്കപ്പെട്ടുകൊണ്ട് നിനക്കൊരു യുദ്ധത്തിൽ തയ്യാറെടുക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. സ്തോത്രം. ആ യുദ്ധത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി ആരെന്നറിയാമോ? നിന്നോട് പോരാടുന്ന ശത്രുവിനെ പ്രധാനമായി നേരിടുവാൻ തയ്യാറാകുന്നത് സർവശക്തനായ ദൈവമാണ്. ദൈവം ആർക്കു വേണ്ടി യുദ്ധം ചെയ്യുമെന്നുള്ളത് ഇന്ന് പകൽക്കാലം നീ വ്യക്തമായി മനസ്സിലാക്കിക്കൊള്ളാം. ദൈവം ആർക്കു വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് മനസ്സിലാക്കി നിനക്കു വേണ്ടി യുദ്ധം ചെയ്യുവാൻ നീ ഒരുക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറ്റപ്പെടുവാൻ നിന്നെ സമർപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിന്റെ യുദ്ധത്തിൽ നീ ഒരു വലിയ അനുഗ്രഹത്തെ പ്രാപിക്കാൻ പോവുകയാണ്. യുദ്ധം നിമിത്തം നീ സന്തോഷിക്കാൻ പോവുകയാണ്. യുദ്ധം നിമിത്തം നിനക്ക് ചില പ്രതിഫലങ്ങൾ ലഭിക്കാൻ പോവുകയാണ്. അതെ, ജീവിക്കുന്ന ഒരു ദൈവത്തിന് നേരിടുന്ന പോരാട്ടങ്ങൾ, ജീവിക്കുന്ന ഒരു ദൈവത്തിന് നേരിടുന്ന പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ അവരെ ഒരു അനുഗ്രഹത്തിന്റെ സമൃദ്ധിയിലേക്ക്, സന്തോഷത്തിന്റെ സമൃദ്ധിയിലേക്ക്, അത് ഒരു വലിയ ഭാവി പ്രത്യാശയിലേക്ക് നയിക്കുമെന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സത്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് ദൈവിക വ്യവസ്ഥയിൽ കൂടെ മുൻപോട്ട് പോകുന്ന യഹോശാഫാത്ത് എടുക്കുന്ന തീരുമാനം എന്തെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അവിടെ 2 ദിനവൃത്താന്തം 20-3 വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ചില സത്യങ്ങൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ യഹോശാഫാത്ത് യുദ്ധത്തിന് ചെയ്യുന്ന തയ്യാറെടുപ്പുകളിൽ ഒന്നാമത്തെ ഭാഗം ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ്. കഴിഞ്ഞ നാളുകളിൽ, പൂർവ്വകാലങ്ങളിൽ, സഭയ്ക്കുണ്ടായ പീഡാകാലങ്ങളിൽ, പിതാക്കന്മാർക്കുണ്ടായിരുന്ന ദുഃഖവേളകളിലൊക്കെ അവർ കണ്ട സൊല്യൂഷൻ, അവർ കണ്ട പരിഹാരം കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുക, കരയുക, നിലവിളിക്കുക, ഉപവസിക്കുക, ഇതൊക്കെയായിരുന്നു. ഇന്ന് ഒരു ദൈവബന്ധന് നേരെ ഒരു പ്രയാസം നേരിട്ടാൽ എടുക്കുന്ന നടപടി എന്തായിരിക്കും? അക്ഷരീയമായ യുദ്ധം ഒരു ദൈവ പൈതൽ എടുത്താൽ അത് അവന്റെ മരണത്തിന് കാരണമായി തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം ഞങ്ങൾ പോരാടുകയില്ല. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. പിന്നെയോ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ എന്താണ്? ആ ജഡീകങ്ങളല്ല. അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് ഒരു ദൈവ പൈതൽ വന്നു ചേരേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ജഡപ്രകാരം പോരാടാത്ത ഒരു ആത്മീയ അനുഭവം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് നാം നമ്മുടെ ജീവിതത്തെ വളർത്തിയെടുക്കേണ്ടത്. 2 കൊരിന്ത്യർ 10-3 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പ്രത്യേകം എഴുതി വച്ചിരിക്കുകയാണ്, ഞങ്ങൾ
പോരാടുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല. ജഡീയമായ ആയുധങ്ങൾ ഉപയോഗിക്കാത്തവരാണ് ഒരു ആത്മീയൻ. ഒരു ദൈവഭക്തൻ ഒരിക്കലും തന്റെ യുദ്ധത്തിൽ ജഡീയ ആയുധങ്ങൾ എടുക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു രാജാവ്, ഒരു യഹൂദ രാജാവ് യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായി ചെയ്യുന്നത് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നേരിടുന്ന ശത്രുവിനെ തോൽപ്പിക്കുവാൻ, പരാജയപ്പെടുത്തുവാൻ നമുക്കുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവസന്നിധിയിൽ വരിക, തങ്ങളെ തന്നെ താഴ്ത്തുക, ഉപവസിക്കുക, നിലവിളിക്കുക, പ്രാർത്ഥിക്കുക. കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പെന്തിക്കോസ്തിന്റെ രൂപമേ മാറിപ്പോയി. സ്തോത്രം. അത് ആകെ വ്യത്യാസമായി കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് പുറമേ ഉള്ളതായ ഒരു സന്തോഷത്തിന്റെ ലഹരിയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്നു. പാട്ടുപാടുന്നുണ്ട്, പിന്നെ ഇൻസ്ട്രുമെന്റ്സ് നന്നായി ഉപയോഗിക്കുന്നുണ്ട്, ഹല്ലേലൂയ വിളിക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. ഒരു പുറമേ ഉള്ള ഒരു സന്തോഷത്തിന്റെ ലഹരിയിലേക്ക് വന്നിട്ട് അത് ആത്മീയമെന്ന് വിശേഷിപ്പിച്ച് അതിനെ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ മൂല്യം അനേക വിധത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ആരും മറന്നു പോകരുത്. പിതാക്കന്മാരുടെ നാളിൽ തങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നത്തെ അവർ അതിജീവിച്ചതും അതിനെ നേരിട്ടതും കണ്ണുനീരോടുകൂടിയായിരുന്നു, ഉപവാസത്തോടുകൂടിയായിരുന്നു, പ്രാർത്ഥനയോടുകൂടിയായിരുന്നു, നിലവിളിയോടുകൂടിയായിരുന്നു. ഈ അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രത്യേകത ഉണ്ടാകും. കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പെന്തിക്കോസ്തിൽ ലോകത്തിൽ ഉണർവിന്റെ അവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉണർവെന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥമായ ഉണർവ്? ഉറക്കെ പാട്ടുപാടുന്നതും എല്ലാ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നതും കൈയടിച്ചു കൂട്ടുന്നതും പിന്നെ കുറെ ശബ്ദമുണ്ടാക്കുന്നതും കൊണ്ടാണോ ഉണർവ്? അപ്പോഴും മറ്റുള്ളവരോട് മിണ്ടാത്തവരുണ്ട്, അപ്പോഴും പല രഹസ്യ പാപങ്ങൾക്ക് അടിമയായിരിക്കുന്നവരുണ്ട്, അപ്പോഴും ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടാത്ത പല കാര്യങ്ങളുണ്ട്. യഥാർത്ഥമായി ഉണർത്തപ്പെടുന്ന ഒരു ദൈവവേദന്റെ ഹൃദയം കണ്ണിന്റെ കൃഷ്ണമണി പോലെ ആയിരിക്കുമെന്നാണ് ഒരു വിശുദ്ധൻ പറഞ്ഞത്. കണ്ണിന്റെ കൃഷ്ണമണിയിൽ ഒരു ചെറിയ പൊടി വീണാൽ ആ കണ്ണ് സ്വസ്ഥമായിരിക്കില്ല. കലങ്ങി 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 വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ പൊടി എടുത്ത് കളയുന്നത് വരെയും കണ്ണിങ്ങനെ കലങ്ങിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഉണർത്തപ്പെട്ട ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ ഒരു ചെറിയ തെറ്റെങ്കിലും ഉണ്ടായിരുന്നാൽ അത് പരിഹരിക്കുന്നത് വരെ അവർ സ്വസ്ഥമായിരിക്കില്ല. ഉണർവിന്റെ ലക്ഷണം അതാണ്. ചെറിയ തെറ്റുകൾ വരുമ്പോൾ, ഒരു വാക്കിലൊരു ചെറിയ തെറ്റുണ്ടായാൽ, ചിന്തയിലൊരു തെറ്റുണ്ടായാൽ, ഒരു ബലഹീനത ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ സ്വസ്ഥതയില്ലാതെ നിലവിളിച്ച് കരയും. ഉണർത്തപ്പെട്ട വ്യക്തിയുടെ ലക്ഷണം അതാണ്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരു വലിയ പാട്ടും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നതിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അവർ ജയമെടുത്തെന്നാണ് പറയുന്നത്, അവർ സാത്താനെ താഴെയാക്കിയെന്നാണ് പറയുന്നത്. പിന്നെയും അവർ ചെന്ന് കയറുന്നത് എവിടെയാണ്? അതേ പ്രശ്നത്തിലേക്കാണ്. എന്നാൽ ദൈവീക വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവത്തിന് നേരെ വരുന്ന ശത്രുക്കളെ നേരിടുവാൻ അവർ ചെയ്യേണ്ട ഉപാധികൾ, അവർ ചെയ്യേണ്ടതായ പദ്ധതികൾ, ദൈവസന്നിധിയിൽ വരിക, കരയുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ഇതിലൂടെയാണ് അനേകർ ആത്മീയ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്തെടുത്തത്. ദൈവത്തിന് സ്തോത്രം. ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. അതിനുശേഷം എല്ലാവരും ഒന്നിച്ചുകൂടി. എല്ലാവരും ഒന്നിക്കണം. എങ്ങനെ ഒന്നിക്കണം? 4 പേർ കൂടുന്നതിലല്ല കാര്യം. ആത്മാവിൽ ഒന്നാക്കപ്പെടണം, ഉപദേശത്തിൽ ഒന്നാക്കപ്പെടണം, പരിശുദ്ധാത്മാവിലും ദൈവകൃപയിലും അവർ ഒന്നാക്കപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി. അവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് കൊടുങ്കാറ്റടിക്കുന്ന പോലെ, ആകാശത്തിൽ ഉണ്ടായ വലിയ മുഴക്കം പോലെ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥമായി ഉണർത്തപ്പെട്ട അനുഭവത്തിൽ അവരെല്ലാവരും ഒന്നായി മാറ്റപ്പെടുകയാണ്. ഉണർവുണ്ടാകുന്നു. ഉണർവ് കൂടി ചിലർ വിഭജിച്ച് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഉണർവ് കൂടിയിട്ട് ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയുണ്ടായി,
പിന്നെ അവിടുന്ന് വേറൊരു സഭയുണ്ട്. ആറ്റം ബോംബിന്റെ വിഘടനം പോലെയാണെന്ന് സഭകളുടെ വിഭജനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സഭകൾക്ക് പേരിടലില്ലാത്ത പിന്നെ സ്വന്തം പേര് കൊണ്ടൊക്കെ ചിലർ തൃപ്തിപ്പെടുകയാണ്. കാരണം ഉള്ള പേര് കുറെ പേരൊക്കെ എടുത്തു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാനതിനെയൊന്നും വേറൊരു തരത്തിൽ വിധിക്കുകയല്ല. എങ്കിലും ഒരു സത്യം മനസ്സിലാക്കിക്കൊള്ളണം. ഉണർവ് ശരിയായി ഉണ്ടാകുമ്പോൾ ഒന്നാക്കപ്പെടണം. എങ്ങനെ ഒന്നാക്കപ്പെടണം? കാണുന്നവരെല്ലാം കൂടെ ഒന്നാകുക എന്നുള്ളതാണ്. ചിലർക്ക് അങ്ങനെയാണ് തെറ്റുപറ്റുന്നത്. ദൈവത്തിന് സ്തോത്രം. കാണുന്നവർ എങ്ങനെ ജീവിക്കുന്നവർ ചില പറയാറുണ്ട്, ക്രിസ്ത്യാനികളെല്ലാം എന്താ ഒന്നിക്കാത്തത്, ക്രിസ്ത്യാനികളെല്ലാം കൂടെ ചേർന്ന് ഒന്നാകാത്തത് എന്താണ്? ഇനി പെന്തിക്കോസ് വിഭാഗക്കാരെല്ലാം കൂടെ ചേർന്ന് ഒന്നാകാത്തത് എന്താണ്? ഇതൊക്കെ ചോദ്യമാണ്. ചോദിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കൊള്ളാകുന്നവർ വെളിപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ആവശ്യമായിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കൊള്ളാകുന്നതൊക്കെ വെളിപ്പെടണമെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ആവശ്യമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എത്രയോ മനുഷ്യരുടെ ഇടയിൽ. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ, കൊള്ളാകുന്നവർ വെളിപ്പെടേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത്. ഭിന്നപക്ഷങ്ങൾ ധാരാളമുണ്ട്. ക്രിസ്തീയ വിഭാഗത്തിലും പെന്തിക്കോസ് വിഭാഗത്തിലും ധാരാളം ഭിന്നപക്ഷങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇതിൽ കൊള്ളാകുന്നത് വെളിപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവം അനുവദിച്ചതാണ്. എന്നാൽ മറ്റൊന്ന്, എങ്ങനെയാണ് ഒന്നിക്കേണ്ടത്? പെന്തിക്കോസ് വിഭാഗങ്ങൾ എല്ലാം കൂടെ ചേർന്ന് എങ്ങനെ ഒന്നിക്കപ്പെടും? ഉപദേശത്തിൽ ഒന്നാക്കപ്പെടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഒന്നിപ്പിക്കപ്പെടും? സത്യത്തിന്റെ പാതയെ എല്ലാവരും പിന്തുടരുവാൻ കഴിയാതിരുന്നാൽ എങ്ങനെ ഒന്നിപ്പിക്കപ്പെടും? ഒന്നാമത്, ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. പുതിയ യെരൂശലേം, സിയോൻ എന്ന വിശുദ്ധ നഗരത്തെക്കുറിച്ചുള്ള ഒരു ആത്മീയ ദർശനം ഉണ്ടായിരിക്കണം. അവിടെ ചെന്നെത്തുവാനുള്ള ഒരു ദാഹം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അതിലേക്കുള്ള ഉപദേശത്തിന്റെ ശ്രേഷ്ഠതയെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഉപദേശത്തിന് വിപരീതമായി സംസാരിക്കുന്നവരെ, അങ്ങനെയുള്ളവരെ വീട്ടിൽ കയറ്റരുതെന്ന് പോലും തിരുവെഴുത്ത് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം അംഗീകരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ യോഹന്നാൻ ഉപദേശ സത്യങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ചിട്ട് പറയുന്നത്, 2 യോഹന്നാൻ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ നിങ്ങളുടെ അടുക്കൽ വന്നുവെങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവന് കുശലം പറയുകയും അരുത്. അവന് കുശലം പറയുന്നവൻ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? ആരോടും മിണ്ടരുത്, ഒതുങ്ങിക്കൂടി ഒരു മുറിയിൽ താമസിക്കണമെന്നല്ല. എല്ലാവരോടും സംസാരിക്കാം, എല്ലാവരോടും സഹകരിക്കാം. പക്ഷേ ഉപദേശപരമായ വിഷയത്തിൽ വ്യക്തമായ വേർപാടുണ്ടായിരിക്കണം. അങ്ങനെ വേർപാടുണ്ടാകണമെങ്കിൽ ഉപദേശത്തെക്കുറിച്ചൊരു നല്ല നിശ്ചയമുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിനാൽ ദൈവസഭയ്ക്ക് സ്ഥാപിക്കപ്പെട്ട ഉപദേശ സത്യങ്ങളുണ്ട്. ആ ഉപദേശത്തിന്റെ കീഴിൽ വന്ന് ഒന്നാക്കപ്പെടണം. അങ്ങനെയാണ് പലർ ഒന്നാകേണ്ടത്. അങ്ങനെയുള്ളവരെ ഒന്നാക്കാൻ പാടുപെടുത്തേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവർ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നായിത്തീരും. ദൈവവചന സത്യങ്ങൾ സ്വീകരിപ്പാൻ ഒരു മനുഷ്യൻ തയ്യാറാകുമ്പോൾ സത്യോപദേശത്തെ ആഗ്രഹിക്കുന്നവർ ഉപദേശത്തോട് ഒന്നാക്കപ്പെടും. സത്യസഭയെ കണ്ടുപിടിക്കേണ്ടത് ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവർ അതിനെ പിൻപറ്റുവാനിടയായിത്തീരും. ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുന്നു. എല്ലാവരും ഒന്നാക്കപ്പെടുന്നു. യഹൂദയിലെ ജനങ്ങളെല്ലാം ഒന്നാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ യഹോശാഫാത്ത് പറഞ്ഞ ഉപദേശത്തിന്റെ കീഴിലേക്ക് എല്ലാ ജനങ്ങളും വന്നു ചേരുകയാണ്. യഹോശാഫാത്തിനെ ആരാണ് ഉപദേശിച്ചത്? ദൈവത്തിന്റെ പ്രവാചകന്മാർ. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആലോചനയ്ക്ക് എല്ലാവരും കീഴ്പ്പെട്ട് ഒന്നാക്കപ്പെടുകയാണ്. ഇതൊക്കെ ഒരു യുദ്ധത്തിന്റെ തയ്യാറെടുപ്പാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. കൂടാതെ അവരവരുടെ അവസ്ഥകൾ തുറന്ന് സമ്മതിച്ച് അവരുടെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് തിരിക്കുകയാണ്. ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെങ്കിൽ നിന്റെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്കായിരിക്കണം. പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന്റെ
12-ാം വാക്യത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിച്ചിരിക്കുന്നു. ശത്രു അധികമായ യുദ്ധത്തിന് വന്നിട്ടുണ്ടെങ്കിലും സ്തോത്രം, ഞങ്ങളുടെ കണ്ണുകൾ ശത്രുവിനെ അല്ല നോക്കുന്നത്, ഞങ്ങളുടെ കണ്ണുകൾ ദൈവത്തിങ്കിലേക്കാണ്. ഒരു ദൈവപൈതൽ ജീവിതത്തിൽ ചില പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കേണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സത്യമാണ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ നേരെ വരുന്ന ശത്രുവിനെ നിങ്ങൾ നോക്കരുത്, നിങ്ങളുടെ നേരെ വരുന്ന പ്രതികൂലങ്ങളെ നിങ്ങൾ നോക്കരുത്, നിങ്ങളുടെ ശരീരത്തിലെ കഷ്ടങ്ങളെ നിങ്ങൾ നോക്കരുത്. നിങ്ങൾക്ക് നോക്കുവാൻ ഒരു സ്ഥാനമുണ്ട്. ഉയരത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തണം, ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ പതിപ്പിക്കണം. അവിടെയാണ് ജയമുള്ളത്. അങ്ങനെയുള്ള ദൈവമക്കളാണ് പാടുന്നത്, ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ, ഉയർത്തിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. നമുക്ക് സഹായം വരുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് കണ്ണുകൾ ഉയർത്തുന്ന ഒരു മനുഷ്യനും ലജ്ജിച്ചു പോകുകയില്ല എന്ന് ആരും മറന്നു പോകരുത്. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. കഴിഞ്ഞ നാളുകളിൽ നീ ലജ്ജിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ലജ്ജാകരമായ നിലയിൽ നീ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണമുണ്ട്, വ്യക്തമായ ഒരു കാരണമുണ്ട്. നീ നോക്കിയത് ദൈവത്തിങ്കിലേക്കല്ലായിരുന്നു. ദൈവത്തിങ്കിലേക്ക് ഒരു മനുഷ്യൻ നോക്കണമെങ്കിൽ അവരുടെ ജീവിതം ഒരുക്കപ്പെട്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്, അതേ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുവാൻ സാധ്യമല്ല. ദൈവവൈദ്യരെ, നിന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ ജയിക്കുവാൻ, നിന്റെ ജീവിതത്തിൽ നേരിടുന്ന ശത്രുവിന്റെ പോരാട്ടങ്ങളിൽ ജയമെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തരുന്ന പ്രധാനപ്പെട്ട 3 ഉപദേശങ്ങളാണ് ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഓർപ്പിച്ചത്. 1, കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് ഉപവസിച്ച് നിലവിളിച്ച് കരയുക. 2, ആത്മാവിൽ ഒന്നാക്കപ്പെടുക, ഉപദേശത്തിൽ ഒന്നാക്കപ്പെടുക, സത്യത്തിൽ ഒന്നാക്കപ്പെടുക. 3, ദൈവത്തിങ്കിലേക്ക് നിന്റെ കണ്ണുകൾ തിരിക്കുക. ഇങ്ങനെയുള്ളവന്റെ യുദ്ധം നടത്തുവാൻ ദൈവം വിശ്വസ്തനാണ്. അവന് വേണ്ടി ദൈവം വൻകാര്യങ്ങൾ പ്രവർത്തിക്കും. ഈ സമയത്താണ് സഖരിയാവിന്റെ മകനായ യഹസിയേൽ എന്ന പ്രവാചകന്മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് ചില അരുളപ്പാടുകൾ അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്താ അറിയിക്കുന്നറിയാമോ? ഈ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അവിടെ പ്രവാചകൻ പറയുകയാണ്, യുദ്ധം നിങ്ങളുടേതല്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ഭയപ്പെടരുത്, യുദ്ധം നിങ്ങളുടേതല്ല, ആ യുദ്ധം ഇനി എൻ്റെ യുദ്ധമാണ്. ദൈവത്തിന് സ്തോത്രം. വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, യുദ്ധം നിങ്ങളുടേതല്ല. 20-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ ഭയപ്പെടേണ്ട. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ വലിയ സമൂഹം നിമിത്തം നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ ഭ്രമിക്കരുത്, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഒരു വലിയ സത്യം പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ജനത്തെ ബോധ്യമാക്കി കൊടുക്കുകയാണ്. ഈ യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതാണ്. ആരുടെ നേരെയാണ് ശത്രു വന്നത്? യഹൂദ ജനത്തിന്റെ നേരെയാണ് മോവാബ്യർ, അമ്മോന്യർ, സെയീർ പർവ്വതക്കാരൊക്കെ വന്നത്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം വ്യക്തമായി ഓർപ്പിക്കുന്നു. ഉപവസിക്കുന്ന ദൈവവൈതലിനെ നോക്കി, ഉപദേശത്തിൽ ഒന്നായിരിക്കുന്ന ദൈവവൈതലിനെ നോക്കി, ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിച്ച ദൈവവൈതലിനെ നോക്കി പറയുകയാണ്,
യുദ്ധം നിന്റേതല്ല, എന്റേതാണ്. ദൈവം പറയുന്നു, മകളെ, നിന്റെ നേരെ വന്ന പോരാട്ടം നിന്റേതല്ല. നിന്റെ ഭവനത്തിന് നേരെ വന്ന പോരാട്ടം നിന്റേതല്ല. നിന്റെ ബിസിനസിന് നേരെ വന്ന പോരാട്ടം നിന്റേതല്ല. നിന്റെ കുടുംബ ജീവിതത്തിന് നേരെ വന്ന പ്രതികൂലങ്ങൾ നിന്റേതല്ല, എന്റേതത്രേ. ദൈവം പലരുടെ യുദ്ധങ്ങൾ ഏറ്റെടുക്കും. ദൈവം അനേകരുടെ യുദ്ധങ്ങൾ ഏറ്റെടുക്കുവാൻ വിശ്വസ്തനാണ്. കഴിഞ്ഞ നാളുകളിൽ മാത്രമല്ല, യഹോശഫാത്തിന്റെ കാലത്തു മാത്രമല്ല, അനേകരുടെ യുദ്ധങ്ങൾ ദൈവം ഏറ്റെടുത്തിട്ടുണ്ട്. അനേകരുടെ യുദ്ധങ്ങളിൽ ദൈവം ഇടപെട്ട് ദൈവം അത് ഏറ്റെടുത്ത് അവർക്ക് ജയം നൽകുകയാണ്. സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയുമെന്നാണ് റോമാലേഖനം 16-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ ഭാഗം എന്നെ വളരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കാരണം സമാധാനത്തിന്റെ ദൈവമോ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയുന്നത് എപ്പോഴാണ്? വേഗത്തിൽ. വേഗത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ശത്രു പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവിക വ്യവസ്ഥയനുസരിച്ച് കർത്താവിന്റെ പാഠപീഠത്തെ ശരണമാക്കുമ്പോൾ ദൈവം നോക്കി നിൽക്കുന്നില്ല. വേഗത്തിൽ ശത്രുവിനെ കാൽ കീഴെ ചതയ്ക്കും. ഒരു ദൈവത്തിന്റെ യുദ്ധം ദൈവം ഏറ്റെടുക്കുന്നത് എത്ര വിശേഷിക്കപ്പെട്ട ഭാഗമാണെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഭ്രമിച്ചു പോകാതെ ഈ യുദ്ധം എൻ്റെ യുദ്ധമാണ്, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ യുദ്ധമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ അതൊരു ചിന്തയുണ്ടായി. ഇവരോട് പറയുകയാണ് നാളെ അവരുടെ നേരെ ചെല്ലാൻ. എന്താ ഇന്ന് ചെന്നുകൂടെ? ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് എന്നെ ഓർപ്പിച്ചത്. നാളെ അവരുടെ നേരെ ചെല്ലുവാൻ പറഞ്ഞതിന്റെ സാരം ഇന്ന് ശത്രുവിന്റെ സമയമാണ്. ശത്രുവിനെ പോരാടുവാൻ ദൈവം അനുവദിച്ച ഒരു ടൈമുണ്ട്. ശത്രുവിനെ വെല്ലുവിളിക്കുവാൻ ദൈവം അനുവദിച്ച ഒരു ടൈമുണ്ട്. ആ സമയം വരെ അവൻ പോരാടിക്കൊണ്ടിരിക്കും. ഗോലിയാത്തിന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുവാൻ ദൈവം കൊടുത്ത ഒരു സമയമുണ്ടായിരുന്നു. ആ സമയം കഴിഞ്ഞപ്പോൾ ഗോലിയാത്തിന്റെ തല താഴെ വീണു. പ്രിയരെ, നിന്റെ നേരെ പോരാടുന്ന ശത്രുവിന് ദൈവം അനുവദിച്ച ഒരു ടൈം വരെ അവൻ വെല്ലുവിളിയും അവൻ കോഷവും ഒക്കെ മുഴക്കിക്കൊണ്ടിരിക്കും. നീ അത് ശ്രദ്ധിക്കേണ്ട. നിന്റെ കണ്ണുകൾ ഉയരത്തിലേക്ക് തിരിച്ചാൽ മാത്രം മതി. ശത്രു വെല്ലുവിളിച്ചു കൊള്ളട്ടെ. യുദ്ധം ശത്രുവിൻ്റെതല്ല, ദൈവത്തിൻ്റെതാണ്. യുദ്ധം നിന്റേതല്ല. ദൈവം നിനക്ക് ജയം തരുവാൻ വിശ്വസ്തനാണ്. ശത്രു വെല്ലുവിളിക്കുന്നു. ശത്രു നിന്റെ നേരെ ആയുധങ്ങൾ എടുക്കും. പക്ഷെ ഒരു ടൈമുണ്ട്, ആ സമയം വരെ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, നലില എന്ന സ്ഥലത്ത് ഞങ്ങളായിരിക്കുമ്പോൾ, സ്തോത്രം, അവിടെ നമ്മുടെ ശവക്കോട്ടയ്ക്കെതിരായ ഒരു പ്രശ്നമുണ്ടായി. പ്രയാസങ്ങൾ നേരിട്ടു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ ഒരു ഡെഡ് ബോഡി അടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ മിക്കവാറും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. ആ സമയത്താണെന്ന് എനിക്ക് തോന്നുന്നു കൂടുതൽ ഹർത്താലുകൾ ഉണ്ടായത്. അന്ന് ബന്ധം എന്നാണ് പറയുന്നത്. പിന്നെ ബന്ധിന്റെ പേര് മാറ്റി പരിഷ്കരിച്ചിട്ട് ഹർത്താൽ എന്നാക്കി. ദൈവത്തിന് സ്തോത്രം. കൂടുതൽ ബന്ധു വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. അന്നെല്ലാം ഉപവാസ പ്രാർത്ഥന വയ്ക്കും. അന്ന് കടയിൽ പോകണ്ട, മറ്റ് ബിസിനസ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പം അങ്ങനെ ഉപവാസം നടത്തിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഒരു അടക്കാരാധന വിശ്വാസത്താൽ നടത്തി. ഡെഡ് ബോഡി ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. പേത്തോളിൽ ഞങ്ങൾ ജാഥയായി ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പോയി അവിടെ ചെന്ന് നല്ല രീതിയിൽ പാട്ടൊക്കെ പാടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. കുഴിയെടുത്തിട്ടില്ല, ശവക്കോട്ടയിൽ ഞങ്ങൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടവരെല്ലാം ഓടി വന്നു. ഇവർ പെന്തിക്കോസുകാർ ഡെഡ് ബോഡി അടക്കാൻ പോകുന്നു, ഇത് തടയണമെന്ന് പറഞ്ഞുകൊണ്ട് അറിഞ്ഞവരെല്ലാം ഓടിക്കൂടി വന്നു. നോക്കിയപ്പോൾ ആളുകൾ ഒത്തിരി കൂടിയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു, എല്ലാവരും നമ്മുടെ അതിർത്തിക്ക് വെളിയിൽ ചുറ്റും നിൽക്കുക. അന്നൊരു നല്ല മെസ്സേജ് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ ആശീർവാദം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഇവരെല്ലാം കൂടെ കൂട്ടിയാടി തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. വലിയ പ്രശ്നമുണ്ടായി. ദൈവത്തിന് സ്തോത്രം. കാരണം ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ യുദ്ധം അവരല്ല ചെയ്യുന്നത്, ദൈവമായ യുദ്ധം ഏറ്റെടുക്കുക.
തുടർന്ന് പറയട്ടെ, അന്ന് വിശ്വാസത്താൽ ഡെഡ് ബോഡി ഇല്ലാതെ ഞങ്ങൾ അടക്കാരെന്ന് നടത്തിയെങ്കിൽ പിന്നീട് അല്ലാതെ തന്നെ ധാരാളം ഡെഡ് ബോഡികൾ അവിടെ അടക്കുവാൻ തക്കോണം ആ യുദ്ധത്തെ ദൈവം തന്നെ നടത്തിക്കൊണ്ട് വലിയ ഒരു വിജയം തന്നത് കണ്ണുകൾ കൊണ്ട് കാണുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ജനത്തിന്റെ യുദ്ധം ദൈവം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഭയപ്പെടേണ്ട പ്രിയരെ. ദൈവത്തിന് സ്തോത്രം. സർവശക്തനായ ദൈവം യുദ്ധങ്ങളെ ഏറ്റെടുക്കും. നിങ്ങൾ ഭയപ്പെടരുത്. ശത്രു ഇന്ന് വെല്ലുവിളിച്ചു കൊള്ളട്ടെ, ശത്രു ഇന്ന് പോരാടിക്കൊള്ളട്ടെ. പക്ഷേ ദൈവത്തിന്റെ സമയമാകുമ്പോൾ ശത്രു വീഴുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് അവരെ ഓർപ്പിക്കുകയാണ്. തുടർന്ന് യെഹോശാഫാത്തിന്റെ യുദ്ധത്തിന്റെ അടുത്ത തയ്യാറെടുപ്പ് നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്ത തയ്യാറെടുപ്പിനെ കുറിച്ച് 21 വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ അവർ ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി, വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചുകൊണ്ട് അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചുകൊണ്ട് അത്യുച്ചത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തുടങ്ങി. ഒരു ദൈവത്തിന്റെ യുദ്ധത്തിന്റെ ആയുധങ്ങളാണിതൊക്കെ. ഉപവസിക്കുക, നിലവിളിക്കുക, കരയുക, ഐക്യപ്പെടുക, പിന്നെ ദൈവത്തിങ്കിലേക്ക് കണ്ണുതിരിക്കുക, ജീവിത വസ്ത്രത്തെ വിശുദ്ധമാക്കുക, ദൈവത്തെ പാടി സ്തുതിക്കുക. ഇതൊക്കെ ലോക മനുഷ്യരോട് പറഞ്ഞാൽ മനസ്സിലാകുമോ? സാധാരണ ബന്ധുക്കോസുകാരും കൂടെ മനസ്സിലാകില്ല. യുദ്ധം വരുമ്പോൾ പാട്ട് പാടിയാൽ മതി എന്ന് പോലും, യുദ്ധം വരുമ്പോൾ സ്തുതിച്ചാൽ മതി എന്ന് പോലും. ദൈവത്തിന് സ്തോത്രം. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്, ലോകത്തിന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ഈ ആത്മീയ പാതയിൽ ഒരു ദൈവവേദന ചെയ്തുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകൾ. വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചുകൊണ്ട് ഇതാ പാടി ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടാണ് ഇവർ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. ഇങ്ങനെ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് അവർ മുൻപോട്ട് പോകുന്നു. ശത്രു ഇതാ വലിയ സൈന്യമായി നിരനിരയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിരനിരയായി വന്നുകൊണ്ടിരിക്കുന്ന സൈന്യം യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ ആ യുദ്ധക്കളത്തിൽ ഒരു ഭാഗത്ത് ഒരു കൂട്ടം ജനം വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് ജീവിതത്തെ വിശുദ്ധീകരിച്ച് ആത്മാവിൽ പാടി ആരാധിക്കുകയാണ്. യുദ്ധത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു ആരാധന നടക്കുന്നു. മറുഭാഗത്ത് ഇതാ ശത്രുവിൻ്റെ ഘോഷം കേൾക്കുവാൻ സാധിക്കും. എന്നാൽ ഈ സമയത്ത് അവരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തിയെന്ന് 22 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശത്രുവിന് നേരെ പതിയിരിപ്പുകാരെ വരുത്തി. ദൈവത്തിന് സ്തോത്രം. പതിയിരിപ്പുകാർ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നവർ, ഒളിഞ്ഞിരിക്കുന്നവർ. അവർ ആയുധം ധരിച്ചുകൊണ്ട് മറഞ്ഞിരിക്കുന്നവരാണ്. യുദ്ധത്തിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് മറഞ്ഞിരിക്കുന്നവർ, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നവർ, ദൈവസന്നിധിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം. ദൈവസഭയിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൂട്ടരാണ്. വെളിപ്പെടുന്നവരെയാണ് എല്ലാവരും അറിയുന്നത്, വെളിപ്പെടുന്നവരെയാണ് എല്ലാവരും പ്രശംസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഒരു സഭാ ശുശ്രൂഷകൻ തൻ്റെ ശുശ്രൂഷ സ്ഥലത്ത് മനോഹരമായി ശുശ്രൂഷ ചെയ്ത് വലിയ നിലയിൽ താൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. തൻ്റെ പ്രസംഗമൊക്കെ ആകർഷിക്കപ്പെട്ടതാണ്. തൻ്റെ മെസ്സേജിൽ കൂടെ അനേക രൂപാന്തരം പ്രാപിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ താൻ രോഗിയായി തീർന്ന് മരണാസന്നനായി അങ്ങനെ കിടക്കയിലായിരിക്കുമ്പോൾ താനൊരു ദർശനം കണ്ടു. മനോഹരമായൊരു കിരീടം ഇങ്ങനെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. തേജസ്സേറിയ ഒരു കിരീടം ഇങ്ങനെ ഒരുക്കപ്പെട്ടിരിക്കുന്നു. കർത്താവേ, ആ കിരീടം എനിക്കാണോ? ആ കിരീടം എപ്പോഴാണ് എനിക്ക് ലഭിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഉയരത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ആ കിരീടം നിനക്കുള്ളതല്ല. നിന്റെ ചർച്ചിൽ, നിന്റെ ശുശ്രൂഷയിൽ സഹായമായിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയെ അവിടുത്തെ പലരും അറിയുകയില്ല. അവിടുത്തെ വിശ്വാസികളിൽ പലരും അറിയുകയില്ല. ഒരു മൂലയ്ക്കിരുന്ന് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൃദ്ധനെ നീ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നു നിന്റെ ശുശ്രൂഷയിൽ പലപ്പോഴും അത്ഭുതങ്ങൾ നടന്നത്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയായിരുന്നു നിന്റെ ദൂത് പ്രകാശിച്ചു കൊണ്ടിരുന്നത്. ഈ കിരീടം അദ്ദേഹത്തിന് വേണ്ടിയുള്ളതാണെന്ന് ദൈവം പറഞ്ഞു.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പുറമെയുള്ള ശുശ്രൂഷ മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു ശുശ്രൂഷ മറഞ്ഞിരുന്ന് ചെയ്യുന്നവരുണ്ട്. അവരാണ് ദൈവസഭയുടെ അനുഗ്രഹം. യുദ്ധത്തിൽ ഒരു കൂട്ടം പതിയിരിപ്പുകാരുണ്ട്. ആ കൂട്ടത്തിലായി തീരുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? മറ്റുള്ളവരാൽ അറിയപ്പെടാതെ, മറ്റുള്ളവരാൽ പ്രശംസിക്കപ്പെടാതെ, ആരാലും അറിയപ്പെടാതെ മറഞ്ഞിരുന്ന് ഉപവസിച്ചും കരഞ്ഞും നിലവിളിച്ചും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടർ. ഒന്നുകൂടെ പറഞ്ഞാൽ രഹസ്യ പ്രാർത്ഥനയുള്ളവർ. ദൈവത്തിന് സ്തോത്രം. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന ആ പ്രാവിനെ പോലെ ദൈവസന്നിധിയിൽ, ദൈവസഭയിൽ ദൈവം ഒരു കൂട്ടരെ വെച്ചിട്ടുണ്ട്. അവർ ദൈവസഭയുടെ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവസഭയുടെ അനേക ഭാഗങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, ഹൃദയത്തെ ശുദ്ധീകരിച്ച് ജീവിതത്തെ ഒരുക്കും. 2, ആത്മാവിൽ ആരാധിക്കുന്ന ജനം. 3, മറഞ്ഞിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് ബലപ്പെട്ടവർ. ഇങ്ങനെയുള്ളവർ ദൈവസഭയുടെ അനുഗ്രഹത്തിന് ആവശ്യമാണ്. ഒരു കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് ആവശ്യമാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ ഇതൊക്കെ ആവശ്യമാണ്. ഇവിടെ ചില കൂട്ടർ അത് ചെയ്തു എങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലേക്ക് നാം കൊണ്ടുവരണം. അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് നാം കൊണ്ടുവരേണ്ടത്? 1, ജീവിതത്തിൽ നേരിടുന്ന പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെ കണ്ട് ഭയപ്പെടാതെ നാം ചെയ്യേണ്ട കാര്യം എന്താണ്? ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ മാറ്റിക്കൂടാതെ സൂക്ഷിക്കേണ്ടതാണ്. കർത്താവിന്റെ വരവിനോട് അടുത്തിരിക്കുന്ന, കാഹള ശബ്ദം ധ്വനിക്കുന്ന കാലത്തിനോട് അടുത്തിരിക്കുന്ന ഈ അന്ത്യഘട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഴുവൻ സഭയോടും മുഴുവൻ ലോകത്തോടും വ്യക്തിപരമായി അറിയിക്കുന്ന ഒരു സത്യമാണ് ഇപ്പോൾ നിങ്ങളെ ഓർപ്പിക്കുന്നത്. 1, ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും മറക്കരുത്. 2, ആത്മാവിൽ ഒന്നാക്കപ്പെടുന്ന അനുഭവം, ഐക്യപ്പെടുന്ന അനുഭവം, ഉപദേശത്താൽ സൂക്ഷിക്കപ്പെടുന്ന അനുഭവം മറന്നു പോകരുത്. കൂടാതെ യുദ്ധത്തിന്റെ അടുത്ത ഭാഗം, ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ തിരിക്കുക. നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും ദൈവത്തിങ്കിലേക്കായിരിക്കണം. അടുത്തത്, ദൈവത്തിന്റെ ആലോചന കേൾക്കണം. പരിശുദ്ധാത്മാവ് പറയുന്ന ദൈവാലോചനയെ നിരസിക്കരുത്. പ്രവാചകന്മാർ അറിയിക്കുന്ന ദൈവാലോചനയെ നിരസിക്കുന്നെങ്കിൽ അത് യുദ്ധത്തിന്റെ പരാജയമാണ്. അടുത്ത ഭാഗമാണ്, നിന്റെ വസ്ത്രം വിശുദ്ധമായിരിക്കണം. നിന്റെ ജീവിത വസ്ത്രത്തിൽ കറയേൽക്കാതെ നീ സൂക്ഷിക്കണം. അടുത്ത ഭാഗം, ആത്മാവിൽ ആരാധിക്കുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. ആത്മാവിൽ ആരാധിക്കുന്ന അനുഭവം നഷ്ടപ്പെട്ടു പോകരുത്. അടുത്തത്, മറഞ്ഞിരിക്കുന്ന അനുഭവം, രഹസ്യ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 7 കാര്യങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. 7 കാര്യങ്ങൾ. 1, ഉപവസിക്കുകയും കരയുകയും ചെയ്യുന്ന സ്വഭാവം. കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് ഉപവസിക്കുക, കരയുക. 2ാമത്തെ ഭാഗം, ഐക്യതയെ സൂക്ഷിക്കുക, ആത്മാവിൽ ഒന്നാക്കപ്പെടുക, ഉപദേശത്തിൽ ഒന്നാക്കപ്പെടുക. 3ാമത്തെ ഭാഗം, പ്രതികൂലങ്ങളെ നോക്കാതെ ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ തിരിക്കുക. 4ാമത്തെ ഭാഗം, ദൈവാലോചനയ്ക്ക് ചെവി കൊടുക്കുക. 5ാമത്തെ ഭാഗം, ജീവിത വസ്ത്രത്തെ വിശുദ്ധിയായി സൂക്ഷിക്കുക. 6ാമത്തെ ഭാഗം, ആത്മാവിൽ ആരാധിക്കുക. നഷ്ടപ്പെടുത്തി കളയരുത്. ആത്മാവിൽ ആരാധന നഷ്ടപ്പെടുത്തി കളയരുത്. 7ാമത്തെ ഭാഗം, രഹസ്യ പ്രാർത്ഥന. ജീവിതത്തിൽ രഹസ്യ പ്രാർത്ഥനയുള്ളവരായി ദൈവത്തിൽ മറഞ്ഞിരിക്കുക. ഇങ്ങനെ ഉള്ളവരുടെ യുദ്ധം നടത്തുന്നത് സർവശക്തനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്, ഈ അനുഭവത്തിലേക്ക് നീ കടന്നു വരുന്നെങ്കിൽ നിന്റെ നേരെ വരുന്ന എല്ലാ ശത്രുവിനെയും നിനക്ക് ജയിക്കുവാൻ സാധിക്കും. നിന്റെ എല്ലാ പോരാട്ടങ്ങളും ദൈവം ഏറ്റെടുത്ത് നിനക്ക് ജയം തരും. നിനക്കൊരു ജയാളിയായി തീരുവാൻ ആഗ്രഹമുണ്ടോ? നിന്റെ യുദ്ധം ദൈവം ഏറ്റെടുക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നു. ഈ തീരുമാനത്തിലേക്ക് നീ കടന്നു വരിക.
അങ്ങനെയെങ്കിൽ സ്തോത്രം, ഒരു വലിയ യുദ്ധം അവിടെ നടക്കാൻ പോവുകയാണ്. യുദ്ധം നടന്നതിൻ്റെ വിധം കൂടെ ഓർപ്പിച്ച് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാം. ഇവിടെ യുദ്ധക്കളത്തിൽ എല്ലാവരും കൂടിയിരിക്കുകയാണ്. മറുഭാഗത്ത് ആത്മാവിൽ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവാലോചന സ്വീകരിക്കുന്ന, ഉപവസിക്കുന്ന, കരയുന്ന, ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന, വിശുദ്ധ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനം നിൽക്കുകയാണ്. അപ്പുറത്ത് ശത്രു ആയുധങ്ങളുമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. സംഭവിച്ചതെന്നറിയാമോ? ദൈവം അതിനു മുൻപേ പ്രവാചകനോട് ഓർപ്പിച്ചു, ദൈവം വരുത്താനുള്ള രക്ഷ നീ കണ്ടുകൊള്ളണം. നീ ഒരു കാഴ്ചക്കാരനെ പോലെ നിന്നാൽ മതി, യുദ്ധം ഞാൻ ചെയ്തു കൊള്ളാം. ഇത്രയും ചെയ്താൽ മതി. ദൈവത്തിന് സ്തോത്രം. അവരിങ്ങനെ നിൽക്കുമ്പോൾ സംഭവിച്ചത്, ചുറ്റും നിൽക്കുന്ന ശത്രുക്കൾ, മോവാബ്യർ, അമ്മോന്യർ, സെയീർ പർവ്വതക്കാർ, 3 വിധമായ ശത്രുക്കൾ അപ്പുറത്ത് നിൽക്കുകയാണ്. ആദ്യം മോവാബ്യരും അമ്മോന്യരും തമ്മിൽ അങ്ങ് യോജിച്ചു. അവർ തന്നെ ആദ്യം നശിപ്പിച്ച ആരെയാണെന്നറിയാമോ? സെയീർ പർവ്വതക്കാരെ. ദൈവത്തിന് സ്തോത്രം. അവർ തമ്മിൽ സെയീർ ഒന്നിച്ചിട്ട് സെയീർ പർവ്വതക്കാരെ ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹോവയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയീർ പർവ്വതക്കാരുടെ നേരെ പതിയിരിപ്പുകാരെ വരുത്തി അവർ തോറ്റുപോയി. എന്നാൽ അവരുടെ യുദ്ധം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, സെയീർ പർവ്വത നിവാസികളോട് അമ്മോന്യരും മോവാബ്യരും എതിർത്ത് അവരെ നിർമൂലമാക്കി. അപ്പൊ അമ്മോന്യരും മോവാബ്യരും സെയീർ പർവ്വതക്കാരുമായുള്ള ബന്ധം യുദ്ധത്തിന്റെ സമയം വരെ ആയിരുന്നു. യുദ്ധം വന്നപ്പോൾ അമ്മോന്യർ, അവർക്ക് തുണയായിരുന്ന അമ്മോന്യർ സെയീർ പർവ്വതക്കാരെ തോൽപ്പിച്ചു കളഞ്ഞു. ഇവിടെ ഒരു വലിയ സത്യം മനസ്സിലാക്കാൻ സാധിക്കും. സെയീർ പർവ്വതക്കാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇവരൊരു സമ്മിശ്ര ജാതിയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ അവർ വിശ്വാസത്തിൽ നിന്ന് പോയിട്ടുമില്ല, സഭയിൽ നിന്ന് പോയിട്ടുമില്ല, പിന്നെ സാത്താന്റെ കൂട്ടത്തിലുമല്ല. രണ്ടും കെട്ടവർ. അഥവാ ലവോദിക്യ സഭയുടെ അവസ്ഥ, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനായിരിക്കുന്ന ഒരവസ്ഥ. അവിടെ അല്പം ഇവിടെ അല്പം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം. വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ വിശ്വാസി, അവിശ്വാസിയുടെ നിലയിൽ ചെന്നാൽ അവിടെ. ദൈവത്തിന് സ്തോത്രം. എല്ലാ സ്ഥാനത്തും വെളിപ്പെടുന്നു. ഇവർക്ക് തൽക്കാലം അമ്മോന്യരും മോവാബിനും കൂട്ടായിരിക്കും. വീണുപോയ ശക്തികൾ അവർക്ക് സഹായമായിരിക്കും. പക്ഷേ യുദ്ധത്തിന്റെ പ്രധാന ഘട്ടത്തിൽ വരുമ്പോൾ ഈ മോവാബ്യരും അമ്മോന്യരും കൂടെ ചേർന്നുകൊണ്ട് ആരെയാണ് ആദ്യം നശിപ്പിച്ചതെന്നറിയാമോ? ആദ്യം നശിപ്പിച്ചത് സെയീർ പർവ്വതക്കാരെയാണ്. ദൈവത്തിന് സ്തോത്രം. സഭയിലുള്ള പിന്മാറ്റക്കാർക്കാണ് ആദ്യം ദോഷം വരുന്നത് യുദ്ധഘട്ടത്തിൽ. ദൈവത്തിന് സ്തോത്രം. അവരാണ് ഏറ്റവും ഭയപ്പെടേണ്ടത്. ആയതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ വന്നുപോയ പിന്മാറ്റങ്ങളെ വിട്ട്, 2 വള്ളത്തിൽ കാൽ വയ്ക്കുന്ന അവസ്ഥകളെ വിട്ട്, യഥാർത്ഥമായ വേർപാടിലേക്ക്, പ്രതിഷ്ഠയിലേക്ക്, ആത്മീയ ജീവിതത്തിലേക്ക് മുന്നേറി വരുവാനുള്ള ഒരു മുന്നറിയിപ്പാണ് ഈ ദൂതിലയോട് ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം സംഭവിച്ചത് എന്തെന്നറിയാമോ? മോവാബ്യരും അമ്മോന്യരും അന്യോന്യം നശിപ്പിച്ചു എന്നാണ്. അവർ അന്യോന്യം നശിപ്പിച്ചു. ആദ്യം സെയീർ പർവ്വതക്കാരെ നശിപ്പിച്ചതിന് ശേഷം അവർ തമ്മിലടിക്കുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ പദ്ധതി എന്താണ്? നീ ആയുധം എടുക്കേണ്ട, നീ യാതൊന്നും ചെയ്യേണ്ട. ശത്രുക്കൾ തമ്മിൽ വെട്ടി മുറിവേൽപ്പിച്ച് നശിപ്പിക്കപ്പെടുകയാണ്. ഒരു ദൈവത്തിന്റെ യുദ്ധത്തിൽ ദൈവം ചെയ്യുന്ന ആ വലിയ അത്ഭുതങ്ങൾ നാം കണ്ടുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത്? ശത്രുക്കൾ തമ്മിൽ വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും നോക്കിയപ്പോൾ ശവങ്ങളായി കിടക്കുന്നു. മറുഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്? ആത്മാവിൽ ആരാധിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യുദ്ധക്കളത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഒരു കൂട്ടർ ഡെഡ് ബോഡികളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഒരു കൂട്ടം ജനം ആത്മാവിൽ ആരാധിച്ച് സ്തുതിച്ച് അതേ വിശുദ്ധ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എത്ര വിശേഷിക്കപ്പെട്ട കാര്യം! ഇതിനുശേഷം സംഭവിക്കുന്നത്, അവർ 3 ദിവസം കൊള്ളയിട്ടുകൊണ്ടിരുന്നു. 4-ാം ദിവസം അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വം കൊടുക്കാനുള്ള കാരണം 3 ദിവസം അവർ കൊള്ളയിട്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ, ഇതാ ഈ യുദ്ധസ്ഥലം ഒരു സമൃദ്ധിയുടെ സ്ഥലമായി മാറ്റപ്പെട്ടു. അതാണ് ബരാഖ താഴ്വര.
നിന്നോട് ശത്രു പോരാടിയ അതേ സ്ഥലത്ത് ചില നന്മകൾ നിനക്ക് വെച്ചിട്ടുണ്ട്. നിന്നോട് ശത്രു പൊരുതിയ ആയുധവുമായി വന്ന അവിടെ തന്നെയാണ് നിനക്ക് വേണ്ട അനേക അനുഗ്രഹങ്ങൾ ദൈവം കരുതി വെച്ചിരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കും? നിന്റെ ഭവനത്തിന് വേണ്ട നന്മ, നിന്റെ ഭാവി ജീവിതത്തിന് വേണ്ട നന്മ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട അനേക നന്മകൾ ദൈവം യുദ്ധക്കളത്തിൽ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ശത്രുവിനെ നീ നോക്കേണ്ട, ഉയരത്തിലേക്ക് നോക്കിയാൽ മതി. ഒരു യുദ്ധം വരുമ്പോൾ വിശ്വാസമുള്ള ഒരു ദൈവത്തിൽ എന്തു പറയണം? എനിക്ക് അനേക അനുഗ്രഹങ്ങൾ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്കെതിരെ നിന്ദകൾ വരുമ്പോൾ, നിനക്കെതിരെ ഉപദ്രവങ്ങൾ വരുമ്പോൾ, നിനക്കെതിരെ ആക്ഷേപങ്ങൾ വരുമ്പോൾ, നിനക്കെതിരെ ശത്രു വിവിധ നിലകളിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വാക്കുകൾ ഏറ്റുപറയണം. ദൈവം എനിക്കൊരു വലിയ അനുഗ്രഹം വച്ചിരിക്കുകയാണ്, ദൈവം എനിക്കൊരു വലിയ നന്മ വച്ചിരിക്കുകയാണ്. അതേ യുദ്ധക്കളത്തെ താഴ്വരയാക്കി മാറ്റുവാൻ കഴിവുള്ള സർവശക്തനായ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നു. ഇവർ 3 ദിവസം കൊള്ളയിട്ടിട്ടും തീരുന്നില്ല. ആവശ്യത്തിലധികം അവർ നേടിയെടുത്തു എന്നാണ്. അവർക്ക് വേണ്ടതിലധികം അവർ എടുക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കൊള്ളയധികമായതുകൊണ്ട് 3 ദിവസം അവർ കൊള്ളയിട്ടുകൊണ്ടേയിരുന്നു. വസ്ത്രങ്ങൾ, വിശേഷ വസ്തുക്കൾ എല്ലാം അവരെടുത്തു. അവർക്ക് ചുമപ്പാൻ കഴിയുന്നതിലധികം, ഓരോരുത്തർക്ക് ചുമന്നുകൊണ്ട് പോകാൻ കഴിയുന്നതിലുമധികം നന്മകൾ അവർക്ക് കിട്ടി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു സത്യം മനസ്സിലാക്കണം. നിനക്കെടുക്കുവാൻ കഴിയാത്തതുപോലെ, നിന്റെ മടിയിൽ കൊള്ളാത്ത വിധത്തിൽ, നിന്റെ കയ്യിൽ കൊള്ളാത്ത വിധത്തിൽ സമൃദ്ധിയായ അനുഗ്രഹങ്ങളെ നിനക്ക് തരുവാൻ വേണ്ടി ദൈവം ചില പ്രതികൂല പാതയിലൂടെ നിന്നെ നടത്തുവാനിടയായിത്തീരും. ആകയാൽ സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നതിന് മുൻപ് നിനക്ക് പരീക്ഷകൾ ഉണ്ടാകും, കഷ്ടങ്ങൾ ഉണ്ടാകും. ഇനി ഇതുകൊണ്ട് തീരുന്നോ? അത് മാത്രമല്ല, അവരൊരു ജയഘോഷം മുഴക്കി എന്ന് പറഞ്ഞാൽ അവരെ ജയാളിയാക്കി മാറ്റി. ദൈവത്തിന് സ്തോത്രം. അവരെ ജയാളിയാക്കി മാറ്റുന്ന ഒരു വലിയ പ്രവൃത്തി അവിടെ നടക്കുകയാണ്. ഈ ബെരാഖ താഴ്വര ജയാളികൾ സന്തോഷിക്കുന്ന സ്ഥലമാണ്. ദൈവത്തിന് നന്മ അനുഭവിക്കുന്ന സ്ഥലമാണ്. നിന്റെ ഭവനത്തെ ഒരു ബെരാഖ താഴ്വരയാക്കി മാറ്റുവാൻ, നിന്റെ പ്രവർത്തന മേഖലയെ ഒരു ബെരാഖ താഴ്വരയാക്കി മാറ്റുവാൻ ദൈവം വിശ്വസ്തനാണെന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? അതിലുപരിയായി മറ്റൊരു കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ദൈവത്തിന് സ്തോത്രം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു സത്യം, ദൈവത്തിന് സ്തോത്രം, 28 വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ കാഹളത്തോടെ, വീണകളോടെ, കിന്നരത്തോടെ യെരൂശലേമിലേക്ക് വന്നു. ദൈവത്തിന് സ്തോത്രം. വീണയോടും കിന്നരത്തോടും കാഹള ശബ്ദത്തോടും കൂടെ അവർ യെരൂശലേം ആലയത്തിലേക്ക് ചെല്ലുവാനിടയായിത്തീർന്നു. യെരൂശലേമിലേക്ക് അവർ ചെല്ലുവാനിടയായിത്തീർന്നത് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിലേക്കുള്ള നമ്മുടെ പുറപ്പാടിനെയാണത് കാണിക്കുന്നത്. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച യോഹന്നാൻ കണ്ടത് ഇതാ നിറവേറാൻ പോകുകയാണ്. ദൈവം തന്റെ സഭയ്ക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലം എത്രയും വേഗം വെളിപ്പെടാൻ പോകുന്നു. യഹോവ സിയോനെ പണിത് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടാറായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന്റെ പണി ഇതാ ഒരുക്കി പൂർണ്ണപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് എത്രയും വേഗം വെളിപ്പെടും. യെരൂശലേം എന്ന മനോഹര പട്ടണം തന്റെ സഭയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് എത്രയും വേഗം ആത്മമണവാളനായി ദൈവസഭയ്ക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. ആ നാൾ എത്രയും വേഗം അടുത്തിരിക്കുന്നു. ആകയാൽ ബെരാഖ താഴ്വരയിൽ 3 അനുഭവങ്ങൾ കാണാം. എന്തൊക്കെയാണ്? നിനക്ക് വേണ്ട സകല നന്മകളും ബെരാഖ താഴ്വരയിലുണ്ട്. 2, അതെ, ജയത്തിന്റെ ഘോഷം അവിടെയുണ്ട്. ഒരു ജയാളിയാക്കി നിന്നെ മാറ്റുന്ന ഒരു പ്രവൃത്തി അവിടെയുണ്ട്. 3, യെരൂശലേമിലേക്ക് നീ പോകുന്നത് ബെരാഖ താഴ്വരയിൽ നിന്നാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആകയാൽ ബെരാഖ താഴ്വരയിലെ പ്രധാനപ്പെട്ട 3 അനുഭവങ്ങൾ ആരും മറന്നു പോകരുത്. നിന്റെ ജീവിതത്തിൽ ആവശ്യമായ സകല നന്മകളും നിനക്ക് ദൈവം അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നീ ആരാധിക്കുന്ന സ്ഥലത്ത് നിനക്ക് വേണ്ട സകല നന്മകളും ഉണ്ട്. നീ പ്രാർത്ഥിക്കുന്ന ഇടത്ത് നിനക്ക് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം ഉണ്ട്. ശത്രു നിന്നോട് പൊരുതിയ അതേ
സ്ഥലമാണ് നിന്റെ ആരാധന സ്ഥലം. നിന്നോട് ശത്രു പോരാടുമ്പോൾ നീ ഭയപ്പെട്ടു പോകണ്ട, കലങ്ങേണ്ട. നീ ദൈവത്തെ ആരാധിക്കുന്നതിൽ, നിന്റെ ജീവിത വസ്ത്രത്തെ വെണ്മയാക്കുന്നതിൽ, ജയഘോഷം മുഴക്കുന്നതിൽ നീ ഒട്ടും അധൈര്യപ്പെടേണ്ട. ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് നിന്റെ പ്രതിഷ്ഠയെ പുതുക്കിക്കൊണ്ട് തീരുമാനത്തെ പുതുക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്നെങ്കിൽ നിനക്ക് വേണ്ട സകലവും ദൈവം ഒരുക്കിയത് നിനക്ക് കാണുവാൻ സാധിക്കും. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ച നന്മകൾ എത്ര വലിയതെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിനക്ക് ഒരുക്കിയതല്ല, നിനക്ക് വേണ്ടി ഒരുക്കിയതെല്ലാം നിനക്ക് കണ്ടെത്തുവാൻ നിന്നെ താഴ്വരയിലേക്ക് ദൈവം കൊണ്ടുപോവുകയാണ്. നിന്നെ ഒരു യുദ്ധഭൂമിയിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത്, പോരാട്ടം പ്രതികൂലം നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്നത് നിനക്ക് വേണ്ട അനേക നന്മകൾ നിനക്ക് തരുവാൻ വേണ്ടിയാണ്. മാത്രമല്ല നിന്നെ ഒരു ജയാളിയാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ജയാളികളെ ചേർക്കുവാനായിട്ടാണ് യേശു വെളിപ്പെടാൻ പോകുന്നത്. ബലഹീനരും പരാജയപ്പെട്ടവരും പാതാളത്തിലേക്ക് പോകുമ്പോൾ ഒരു കൂട്ടം വിശുദ്ധന്മാർ ജയാളികളായി ദൈവസിംഹാസനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവ് ഇതാ തന്റെ പ്രത്യക്ഷതയുടെ സമീപമായിരിക്കുന്നു ഓർത്തുകൊണ്ട് അനേകരെ വിശുദ്ധീകരിച്ച് തനിക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ നീയും കാണുമോ ദൈവവേദനെ? ആ കൂട്ടത്തിൽ നീയും കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ മേലൊരു വലിയ കൃപ അവൻ പകരുവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയത്തിൽ ഒരു പുതിയ തീരുമാനത്തോടുകൂടെ ദൈവത്തോട് നീ അടുത്ത് ചെല്ലുക. അതിനേറ്റ ഒരു അഭിഷേകം നിന്റെ മേൽ പകരുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നീ ഒരു പരാജയപ്പെട്ട വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പരാജിതനായിട്ടായിരിക്കാം ഇന്ന് നീ ദൈവസന്നിധിയിൽ വന്നത്. ഇന്ന് നിന്റെ പരാജയത്തെ നിന്റെ ജീവിതത്തിൽ മാറ്റിയിട്ട് ഒരു ജയാളിയാക്കി മാറ്റുവാൻ നിന്നെ ആഗ്രഹിക്കുന്നു. ഒരു ജയത്തിന്റെ അഭിഷേകം, ജയത്തിന്റെ കൃപ നിന്റെ മേൽ പകർന്ന് നിന്നെ ബലപ്പെടുത്തുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അതിലുപരിയായി നമുക്ക് യെരൂശലേമിലേക്ക് ഒരു യാത്രയുണ്ട് പ്രിയരെ. പുതിയ യെരൂശലേമെന്ന വിശുദ്ധ നഗരത്തിലേക്ക് ഒരു യാത്രയുണ്ട്. നമുക്ക് സന്തോഷത്തോടുകൂടി അവിടേക്ക് പോകാം. അതിലുള്ള കാഹളങ്ങൾ കേൾക്കാറായി പ്രിയരെ, കാഹള ശബ്ദം കേൾക്കാറായി. പ്രത്യാശയോടെ നമ്മുടെ അവകാശത്തിന് വേണ്ടി ഒരുങ്ങാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരബലകതിര ബലകതിര മികതിര കതുര ലിബലകതിര ശരാ കതുര ശരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.